ദുബായിലാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചു എങ്ങനെയാണ് ജോലി കിട്ടിയെന്നുള്ളത്. ഡെലിവറി പെയിൻ ഫുൾ അനുഭവിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും സിസേറിയന് പോകേണ്ടി വന്ന ഒരാളുടെ അവസ്ഥയായിരുന്നു എനിക്ക്. ഞാൻ ദുബായിൽ വന്ന് ഒരു 5-6 മാസത്തോളം എല്ലാ ദിവസവും ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്ന് പറഞ്ഞ പോലെ അപ്ലൈ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് ഇൻ്റർവ്യൂ കോൾസ് ഒക്കെ കിട്ടി. ഞാനായിട്ട് വേണ്ടെന്ന് വെക്കേണ്ടി വന്ന ചില ജോലികളുണ്ട്, ചില കാരണങ്ങളാൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയ ജോലികളുണ്ട്, അതുപോലെ തന്നെ പറ്റിക്കപ്പെട്ടു പോയിട്ടുള്ള ചില ഇൻ്റർവ്യൂകളുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്കൊരു റെഫറൻസ് കിട്ടി. ഞാൻ അക്കൗണ്ട്സ് ഫീൽഡായിരുന്നു നോക്കിയത്. അങ്ങനെ അക്കൗണ്ട്സ് ഫീൽഡിൽ നിന്ന് ഞാൻ മെഡിക്കൽ ഫീൽഡിലോട്ട് വന്നത് അങ്ങനെയാണ്. റെഫറൻസ് കിട്ടിയെന്ന് പറഞ്ഞാലും അതിലും എനിക്ക് 3-4 റൗണ്ട് ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു. അത് ക്ലിയർ ചെയ്തിട്ടാണ് എനിക്ക് ജോലി കിട്ടിയത്. ഇന്നത്തെ ഒരു സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുബായിൽ ജോബ് സീക്കിങ്ങിന് വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. ഭയങ്കര കോമ്പറ്റീഷനാണ്. അപ്പോൾ ഇവിടെ ജോലി കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ജോലിക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇവിടെ ഫ്രഷറായിട്ടാണ് കണക്കാക്കുന്നതെന്ന് പറഞ്ഞാലും നാട്ടിലൊരു എക്സ്പീരിയൻസ് ഇല്ലാതെ പോയത് എനിക്കൊരു നെഗറ്റീവായിട്ട് മാറിയിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. ഇവിടെ എന്നൊക്കെയാണേലും ബൈ ഗോഡ്സ് ഗ്രേസ് എനിക്കൊരു ജോലി കിട്ടി.